ദേശിന്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരണം. അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തനം ദയവ് ചെയ്ത് കാണരുത്. ഈ മൊമെന്റിൽ, ഞാൻ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണിന്റെ സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇന്റഗ്രിറ്റി? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാലോ. അത് ഈ മേലങ്കി ആണെങ്കിൽ ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണം. ഇറ്റ്സ് പത്തറ്റിക്. അതുകൊണ്ട് ഞാൻ പറയും, ഞാനാണോ കള്ളം പറയുന്നത്, മാത്യു കുഴൽനാടനാണോ കള്ളം പറയുന്നത്, അത് റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുണാണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞതെന്ന് തെളിയിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ്, എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ്. ആണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ കൈരളി ദേശാഭിമാനിക്ക് ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം എടുത്ത് ഞങ്ങൾക്ക് എന്തുപോലെ പറയാന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടെ, ശിവൻകുട്ടി മിനിസ്റ്റർ, റോഷി അഗസ്റ്റിൻ, പ്രതിഭാകാരി, ഏത് മന്ത്രിമാരും ഏത് MLA-മാരും ഇല്ലാത്തത്? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും, ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ മാന്യതയുടെയും മര്യാദയുടെയും 10% നിങ്ങൾ കാണിക്കുന്നുണ്ടോ? പറയാനാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേരുകൾ ആരും മറ്റാരും പേര് പറയാത്തത്? നിങ്ങൾ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ കേട്ടില്ലേ? നിങ്ങൾക്കൊന്നും തോന്നിയില്ല? നിങ്ങൾ യു ആർ ബീൻ, ഞാൻ സംശയിക്കുന്നു, യു ആർ പെയ്ഡ് ഫോർ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. അതാണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. ഇതുപോലെ ഇത്രയും നിലവാരം താണ ഒരു മാധ്യമ പ്രവർത്തനം, അങ്ങൊക്കെ മാധ്യമ രംഗത്ത് വലിയ പ്രചരണം കാര്യങ്ങൾ നടത്തി വലിയ പേരും സമ്പാദിച്ച് നിൽക്കുന്ന ആളാണ്. ഇതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി, ഇതാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി. എന്തിനാണ് ഇത്രയും? ഒന്നല്ലെങ്കിൽ നല്ല ജോലിയുടെ ജീവിക്കാമല്ലോ, എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ആളുടെ ഇത് ചെയ്യുന്നു ഇത്രയും മോശമായിട്ട്? ഇപ്പൊ ഇവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയാം? റിപ്പോർട്ടർ ചാനലിന്റെ ഈ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതി വരുന്ന സാധനം ഉണ്ടല്ലോ, ഈ സ്ക്രീൻഷോട്ട്സ് ഈ CPM-ന്റെ സൈബർ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്. ഇത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. പക്ഷെ ഇതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തകർക്കാൻ പറ്റത്തില്ല. ബട്ട്